വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബീഹാറിൽ നാടകീയ നീക്കങ്ങൾ. ഗവർണറെ കാണാൻ സമയം തേടി നിതീഷ് കുമാർ. BJP പിന്തുണയോടെ വൈകിട്ട് സത്യപ്രതിജ്ഞയെന്ന് സൂചന. നിയമസഭാ കക്ഷിയോഗം നിതീഷ് കുമാറിന്റെ വസതിയിൽ തുടരുന്നു. ഗവർണറുടെ സുരക്ഷ CRPFന് നൽകിയിട്ടും സംസ്ഥാനത്തെ അറിയിക്കാതെ കേന്ദ്രവും രാജ്ഭവനും. ആര് വന്നാലും പ്രതിഷേധങ്ങൾ നടക്കുമെന്ന് MV ഗോവിന്ദൻ. സുരക്ഷാ നടപടി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് EP ജയരാജൻ. തെരുവിൽ പ്രതിഷേധിക്കുന്നത് ഗവർണറുടെ പദവിക്ക് യോജിച്ചതല്ലെന്ന് K മുരളീധരൻ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് യാത്ര പശ്ചിമ ബംഗാളിൽ ഇന്ന് പുനരാരംഭിക്കും. പര്യടനം കടന്നുപോകുന്ന വടക്കൻ മേഖലയിൽ വികസന പരിപാടികളുടെ ഉദ്ഘാടനത്തിന് മമതയും എത്തും. നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമോ എന്ന ആകാംക്ഷയിൽ ഇന്ത്യ മുന്നണി. CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ പ്രധാന അജണ്ട. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സമരവും ചർച്ചയാകും. മോദി അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്തിന്റെ കടം കുത്തനെ കൂടിയെന്ന് സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ. രാജ്യത്തിന്റെ പുരോഗതിയിലല്ല, ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിലാണ് സർക്കാരിന് ശ്രദ്ധ. വിമർശനം പൂക്കാസ വേദിയിൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഡാനിയൽ മെദ്വദേവ് യാനിക് സിന്നറെ നേരിടും. സിന്നർ ആദ്യ ഗ്രാൻഡ് സ്ലാം ഫൈനൽ യോഗ്യത നേടിയത് ജോക്കോവിച്ചിനെ അട്ടിമറിച്ച്.